الحمد لله كفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله العلي العظيم. സഹോദരന്മാരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ പരിപാവനമായ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഈ റമളാനിൻ്റെതായ പുണ്യസുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അനുഗ്രഹങ്ങൾ ഏറെ പെയ്തിറങ്ങുന്നതായ കമനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ സാധുക്കളായ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ദീനിന്റെ വഴിത്താരകളിൽ സ്നേഹവാക്കുകളായി സ്നേഹഹസ്തങ്ങളായി നമ്മോട് ചേർന്ന് നിന്നവർ എല്ലാവരെയും റബ്ബ് തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പ്രത്യേകിച്ച് റമളാനിലായതുകൊണ്ട് എന്ത് ചെയ്യാം, ആമീൻ എന്നുള്ളത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ആമീനോട് ഇജാബത്തുണ്ടാവും. ബഹുമാനമുള്ള സ്നേഹമുള്ള സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം പരിശുദ്ധമായ റമളാനിലായി നാം നിലകൊള്ളുമ്പോൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ അടിമകൾക്ക് പാപങ്ങൾ പൊറുപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതായ ദിവസങ്ങളിലാണ് ഈ പാപികളായ നമ്മളുള്ളത്. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ്, അവന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിനെ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം സ്വഹാബ എന്ന് പലതവണ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, നിർജീവമായി കിടന്നിരുന്നതായ മണ്ണിനെ പോലും നനച്ച് മുളപ്പിച്ച് നല്ല ഭക്ഷ്യ വസ്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സമ്പാദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ആകാശത്ത് നിന്ന് മഴ പെയ്യുകയും ഈ ഭൂമിയിൽ നമുക്ക് ഉപകാരമുള്ളതായ ഭക്ഷ്യവസ്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിക്കുകയും എല്ലാവർക്കും ഉപകാരമായ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഇസ്തിഗ്ഫാർ കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയും വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബിയുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ തന്നെ ചെറിയൊരു സംസാരം ഉണ്ടായി. അപ്പോൾ തന്നെ ഇബ്ലീസിനോട് പറഞ്ഞു, നീ എനിക്ക് സുജൂദ് ചെയ്യണമെന്ന്. അല്ലേ? ഇബ്ലീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് നീ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്ലീസ് എന്താ പറഞ്ഞത്? ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാർ വ ഖലഖതഹു മിൻ തീൻ. ഞാനാണെങ്കിലോ അഗ്നി കൊണ്ടാണ് നീ എന്നെ പടച്ചത്, ആദമിനെയാണെങ്കിലോ നീ മണ്ണ് കൊണ്ടുമാണ് പടച്ചത്. സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഖുർആനിൽ ശേഷമുള്ള ആയത്തുകൾ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. ഇബ്ലീസിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ പൂന്തോട്ടത്തിൽ നിന്നും പുറത്താക്കുകയാണ്. മുഅ്മിനേ അല്ലാഹുവോട് പറയുകയാണ്, ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം. അല്ലാഹുവോട് പറയുകയാണ്, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം. ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. ഞാൻ എല്ലാവരെയും വഴിപിഴപ്പിക്കുന്നതാണ്, ഞാൻ എല്ലാവരും നാശത്തിലോട്ട് നയിക്കുന്നതാണ്. പക്ഷേ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിനക്ക് വഴിപ്പെടുന്നവരുണ്ടല്ലോ. രാത്രിയുടെ യാമങ്ങളിൽ തറാവീഹ് നടക്കുകയാണ്, അത് പല പള്ളികളിലായി നടക്കുകയാണ്. തറാവീഹുമില്ല, ഇശാഉമില്ല, നോമ്പ് തുറപ്പുമില്ല, ഒന്നുമില്ലാതെ വീടിൻ്റെതായ പട്ടുമെത്തയിൽ അന്തിയുറങ്ങുന്ന മുസ്ലിമേ, അല്ലാഹ് പറയുകയാണ്, ഇല്ലാ ഇബാദക
അല്ലാഹുവേ, നിന്റെ അടിമകളുണ്ടല്ലോ, നിന്നെ ഇബാദത്ത് ചെയ്യുന്നതായ, നിനക്ക് സുജൂദ് ചെയ്യുന്നതായ, നിനക്ക് വഴിപ്പെടുന്നതായ നിന്റെ അടിമകൾ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ നാശത്തിലാക്കാൻ വേണ്ടി പോവാണ്. അപ്പോ അല്ലാഹു പറഞ്ഞത് ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. നല്ല പരിപാടിയാണ്. ലഅംലഅന്ന ജഹന്നം, ഞാൻ നരകത്തെ നിറയ്ക്കാൻ വേണ്ടി പോവാണ്. ഇത് കെട്ടുകഥയോ ഇതേതെങ്കിലും ബാലരമയുടെ കഥയോ ഇല്ല. ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. ഞാൻ നിന്നെയും നരകത്തിലാക്കും, നിന്റെ ആരെല്ലാം നിന്നെ പിന്തുടരുന്നോ, നിന്നെ ആരെല്ലാം അനുധാവനം ചെയ്യുന്നുവോ, നിന്നെ ആരെല്ലാം ഫോളോ ചെയ്യുന്നുവോ അവരെയും ഞാൻ നരകം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പോവാൻ. കാരണം എന്നെ വഴിപ്പെടാത്തത്, എന്നെയും നിങ്ങളെയും ജിന്നുവർഗത്തെയും പടച്ചത് അള്ളാഹ്യെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹ്നെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹ്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ്ന്റെ ലക്ഷ്യം അതാണ്. അള്ളാഹ് നമ്മൾ നേടിക്കൊടുക്കാനൊന്നും വേണ്ട, നമുക്ക് സുജൂദ് ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുജൂദ് ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ചൂടിൻ്റെതായ സന്ദർഭങ്ങളാണ്. അൽഹംദുലില്ലാഹ് ഈ ഒരു സാഹചര്യം നമുക്ക് മാറും ഇൻഷാ അല്ലാഹ്. കാരണം ഇത് മഹത്തരമായ നാടാണ്. നല്ല അൽഹംദുലില്ലാഹ് ഇൽമിനും ദീനിനും വളക്കൂറുള്ള മണ്ണാണ്. അൽഹംദുലില്ലാഹ് ഇപ്പൊ നമുക്ക് ചൂടാണല്ലേ, ശക്തമായ ചൂട്, ചിലപ്പോൾ തറാവിയൊക്കെ ചൂടിലായിരിക്കാം. അതൊക്കെ നമ്മൾ ത്യാഗം ചെയ്ത് അൽഹംദുലില്ലാഹ് നമ്മൾ നിസ്കരിച്ച് ഈ റമദാനെ സന്തോഷിപ്പിക്കുമ്പോൾ, ഈ ഉത്കൃഷ്ടമായ അതിഥിയെ സന്തോഷിപ്പിക്കുമ്പോൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നമ്മെ സന്തോഷിപ്പിക്കും. ഇതായിരുന്നു സ്വഹാബത്തിന്റെ ഖിസ്സ, സ്വഹാബത്തിന്റെ ചരിത്രം അതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇല്ലേ? അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മുടെ പള്ളി അതിമനോഹരമായി ഉയർന്നു വരുമ്പോൾ, നമ്മുടെ മസ്ജിദിൻ്റെതായ പണി അതിമനോഹരമായി ഉയർന്നു വരുമ്പോൾ അൽഹംദുലില്ലാഹ് അതിന്റെ സാക്ഷികളാകുവാൻ നമ്മൾ എല്ലാവരും ഉണ്ട്. അത് കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളാണ് നാം ഓരോരുത്തരും. അൽഹംദുലില്ലാഹ് ഈ ഒരു ചൂടിന്റെ സാഹചര്യത്തിലും നമ്മളെല്ലാവരും ഇവിടെ നിസ്കരിക്കുവാനും നോമ്പ് തുറയ്ക്കും കഞ്ഞി വിതരണത്തിനൊക്കെ അൽഹംദുലില്ലാഹ് വളരെ മാതൃകാപരമായി നിൽക്കുമ്പോൾ ഇതിൻ്റെതായ പ്രതിഫലം അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ്. അല്ലാഹുവിന്റെ ഇതിന്റെ പകരം തരുവാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു മാത്രമാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ, അപ്പോ ശൈത്താനും അല്ലാഹു തമ്മിൽ സംസാരം നടന്നപ്പോൾ മഹാന്മാർ പറഞ്ഞുതരാണ്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംരക്ഷിക്കുന്നത്, പാപക്കറകളാൽ മുങ്ങിക്കഴിയുന്നതായ മനുഷ്യനെ അല്ലാഹു സംരക്ഷിക്കുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. ഇസ്തിഗ്ഫാർ കൊണ്ടാണ്, തൗബ കൊണ്ടാണ്. തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. പടച്ചവനെ, ഞാൻ വല്ലാത്ത തെറ്റ് ചെയ്തവനാണ്, ഞാൻ വല്ലാത്ത കുഴപ്പം ചെയ്തവനാണ്, ഒരു നാടിനെ മുഴുവൻ കുഴപ്പത്തിലാക്കിയവനാണ്, ഒരു കുടുംബത്തെ മുഴുവൻ കുഴപ്പത്തിലാക്കിയവനാണ്. ഞാൻ നിസ്കരിക്കാത്തവനായിരുന്നു അല്ലാഹ്, ഞാൻ നോമ്പ് പിടിക്കാത്തവനായിരുന്നു അല്ലാഹ്. പക്ഷേ എനിക്ക് നിന്റെ തൗബ വേണം, എനിക്ക് പശ്ചാത്താപം വേണം അല്ലാഹ്. ലേ കുല്ലു ബിനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തൗബൂൻ. ഏറ്റവും നല്ല മനുഷ്യൻ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. ആ തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് തന്നെ ഏറ്റവും ഉത്തമൻ തൗബ ചെയ്യുന്നവനാണ്. തൗബ ചെയ്യുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രസംഗം നമുക്ക് ചുരുക്കാം. ഖുതുബയും നിസ്കാരവും ചൂട് കാരണം ചുരുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രസംഗം നീട്ടി നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ടതായ, കാരണം നമ്മുടെ മഹല്ല് നിവാസികൾ ഒരുമിച്ച് കൂടുന്ന ഒരു പരിശുദ്ധമായ സമയമാണ് ജുമാ. ഈ ജുമായിൽ വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഉണർത്തേണ്ടത് വിനീതന്റെയും ഇവിടുത്തെ ഭാരവാഹികളുടെയും കടമയാണ്, കടപ്പാട്. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ടതായ മഗ്ഫിറത്തിന്റെ 10 നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പള്ളി വേണ്ട, എനിക്ക് അത്താഴം നോമ്പൊന്നും വേണ്ട, തറാവിയും വേണ്ട, അത് കുറച്ച് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്, അങ്ങനൊന്നും നമ്മൾ വിചാരിക്കാതെ അൽഹംദുലില്ലാഹ് പടച്ചവനെ, ഞാൻ തെറ്റ് ചെയ്ത് നടന്നവനാണ്. ഇപ്പോ തറാവിയും ജമാഅത്ത് നിസ്കാരങ്ങളും അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കുമ്പോൾ ഞാൻ പങ്കെടുക്കേണ്ടവരല്ലേ പടച്ചവനെ. അങ്ങനെ നല്ല മനസ്സുകളായി, സുമനസ്സുകളായി നിങ്ങളെല്ലാവരും പങ്കെടുക്കും, നന്മയിൽ മത്സരിക്കും, നന്മയായ കാര്യങ്ങൾ ആർജവത്തോടെ ആവേശത്തോടെ മത്സരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ റമദാനുമായി ബന്ധപ്പെട്ട് ഈ താൽക്കാലിക മസ്ജിദിനെ വളരെ ഭംഗിയാക്കി പെയിന്റ് ചെയ്ത് വളരെ ഭംഗിയാക്കി തന്നതായ പ്രിയപ്പെട്ട നാസർ സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഖൈറും ബറകാത്തും ചെയ്യുമാറാകട്ടെ. ഇതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു പ്രകാശം കൊടുക്കുമാറാകട്ടെ. ഈ ഒരു വെളിച്ചം പോലെ, ഈ ഒരു ഭംഗി പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ
വിശാലമാക്കട്ടെ, ഖബർ പ്രകാശപൂരിതമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ ഇടയിലും ഇതിനെ റമദാനുമായി ബന്ധപ്പെട്ട തറാവീഹിനും മറ്റു സൗകര്യങ്ങൾക്ക് മനോഹരമായി തൈര് വിരിക്കുവാൻ മുന്നിൽ നിന്നതായ എൻ്റെ പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മഹല്ല് നിവാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഇതിനെ സഹായിച്ചുവോ ഇനിയും കുറച്ച് ബാലൻസ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിനാരെല്ലാം സഹായിക്കുന്നുവോ അല്ലാഹു എല്ലാ രീതിയിലും ഇവിടെ നടക്കുന്ന മുഴുവൻ ഇബാദത്തുകളുടെയും പ്രതിഫലം അല്ലാഹു ജീവിച്ചിരിക്കുന്നവർക്ക് അങ്ങനെയും മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തായി അല്ലാഹു നസീബാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആരക്കാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ കോവിഡ് സമയത്ത് തുടങ്ങിയതായ കിറ്റ് വിതരണം അൽഹംദുലില്ലാഹ് വളരെ മാതൃകാപരമായ രീതിയിൽ വളരെ മറ്റു മഹല്ലുകൾക്ക് ഒരു ഉപയോഗമുള്ളതായ രീതിയിൽ നടത്തി കാണിച്ചു കൊടുക്കുന്നതായ വളരെ മനോഹരമായ സംവിധാനമാണ് റമദാനുമായി ബന്ധപ്പെട്ട ഒരു കിറ്റ് കൊടുക്കുക എന്നുള്ളത്. കോവിഡ് സമയം മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റിയും സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയും നടത്തി വരുന്നതായ വലിയ മനോഹരമായ ഒരു പദ്ധതിയാണ്. അൽഹംദുലില്ലാഹ് കോവിഡ് സമയമായപ്പോൾ അവരുടെ വീടുകളിലാണ് കൊടുത്തിരുന്നത്. പക്ഷേ ശേഷം അൽഹംദുലില്ലാഹ് ഒരു സംഗമം പോലെ ഒരു നമ്മളെല്ലാവരും റമദാനിന്റെ ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂടി ദുആ ചെയ്യുന്ന ഒരു മജ്‌ലിസ് പോലെ അൽഹംദുലില്ലാഹ് ഇവിടെ തീരുമാനിക്കുകയും നടന്നു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. കാരണം സ്വഹാബത്ത് ഒരുപാട് അമലുകൾ ചെയ്തവരാണ്. ആ സ്വഹാബത്തിനോട് പോലും പറഞ്ഞ സ്വഹാബ ദുനിയാവിൽ 2 സ്വർഗ്ഗങ്ങളാണ്. ഒന്ന് മദീനയിൽ, ഒന്ന് ഇൽമിന്റെ പൂന്തോട്ടങ്ങൾ. അവിടെ നിങ്ങളൊന്ന് മെയിനിട്ട് പോണേ സ്വഹാബ എന്ന് പറഞ്ഞപ്പോൾ ഇൽമിൻ്റെതായ മജ്‌ലിസുകൾക്ക് അത്ര പോരിശയുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ല് നിവാസികൾക്ക് അതിന്റെ പോരിശ കിട്ടണം. നമ്മുടെ മഹല്ലിൽ ഇവിടെ ജീവിക്കുന്നവർ അതിവിടെ ഏത് രീതിയിലാണെങ്കിലും അൽഹംദുലില്ലാഹ് വാടകയ്ക്കോ അല്ലെങ്കിൽ തന്നെ എല്ലാ ആഴ്ചയും ഖുർആനിന്റെ ക്ലാസ് ഉണ്ട്. അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ ഇതിൻ്റെതായ ഒരു പുണ്യം കിട്ടണം, ഒരു ഇജാബത്ത് കിട്ടണം എന്നുള്ള നല്ല മനസ്സോടെ അൽഹംദുലില്ലാഹ് ഇവിടെ എല്ലാവരെയും നമ്മുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ തന്നെ നമ്മുടെ കാരണവന്മാർ ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച രാവിലെ 9:30 ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസ് തുടങ്ങും. മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇജാസത്ത് പ്രകാരമുള്ളതായ മജ്‌ലിസ് നൂറിൻ്റെതായ ആത്മീയമായ സംഗമവും അതുപോലെ തന്നെ ഈ കിറ്റ് വിതരണമൊക്കെ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ബദരീകളായ ആണ്ട് ദിനമാണ് ചൊവ്വാഴ്ച വരുന്നത്. അൽഹംദുലില്ലാഹ് ആ ബദരീകൾക്ക് വേണ്ടിയുള്ളതായ അവരെ തവസ്സുലാക്കി വലഖദ് നസ്റകുമുല്ലാഹു ബിബദരി വഅൻതും അദില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാലാഖമാർ പിന്നിൽ നിന്നും മണ്ണിലോട്ട് ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ മലായികത്തുകൾ സഹായിച്ച ഒരു കൂട്ടരാണ് ബദരീകൾ. ആ ബദരീകളുടെ നേതാവ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും അനുസ്മരിക്കുന്ന രീതിയിലുള്ളതായ ദുആയും യാസീനും ഒക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എല്ലാ വർഷങ്ങളും പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച വൈകുന്നേരം അസ്ർ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ 5 മണിക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ മജ്‌ലിസ് ഇവിടെ ആരംഭിക്കുമ്പോൾ മഹല്ല് നിവാസികളായ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവണം. നിങ്ങളുടെ വിലയേറിയ സാന്നിധ്യം ഉണ്ടാകണം. നമുക്കിവിടെ ഒരുമിച്ച് ദുആ ചെയ്ത് ഒരുമിച്ച് നോമ്പ് തുറന്ന് ഇൻഷാ അല്ലാഹ് ചെറിയൊരു തബറൂക്കിന്റെ ഭക്ഷണമൊക്കെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അതിനു വേണ്ടിയുള്ളതായ സാമ്പത്തികം നമുക്ക് വേണം. ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ അവിടെ മഹല്ലിന്റെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, അവരെ കണ്ട് ഇൻഷാ അല്ലാഹ് ആ സംഭാവന ഏൽപ്പിച്ച് ദുആ ചെയ്യണമെന്നുള്ളതായ വസിയത്തോടുകൂടി നിങ്ങൾ ഇവിടെ നിന്ന് ജുമാ കഴിഞ്ഞ് പോകണമെന്നും വളരെ താല്പര്യത്തോടെ നിങ്ങൾ അറിയിക്കുകയാണ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞായറാഴ്ച നടക്കുന്നതായ സംഗമം സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം മദ്രസ ഹാളിൽ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയും പ്രത്യേകിച്ച് റമദാനിൽ 10 മണിക്കാണ് ഖുർആനിന്റെ ക്ലാസ്സിൽ ഒരുപാട് സഹോദരിമാരാണ് വരുന്നത്. അവര് ദുആ ആഗ്രഹിച്ചാണ് വരുന്നത്. അല്ലേ, ഇജാബത്ത് അല്ലാഹുവോട് വിഷമങ്ങളുമായി വരുന്നതായ സ്ത്രീകൾക്കും സഹോദരങ്ങൾക്കും ഏറെ പ്രതീക്ഷയാണ് ഖുർആനിന്റെ മജ്‌ലിസുകൾ. ഇതുപോലെയുള്ള മജ്‌ലിസുകൾ എൻ്റെ പ്രിയപ്പെട്ടവർ, സ്നേഹമുള്ളവർ, ഇൻഷാ അല്ലാഹ് എല്ലാവരും ഞായറാഴ്ച രാവിലെ കൃത്യമായി എത്തി ഇവിടെ നടക്കുന്നതായ ദുആ സംഗമത്തിൽ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിക്കണമെന്ന്
വിനീതമായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈർ ബറകാത്തും നമുക്ക് ചൊരിഞ്ഞുമാറാകട്ടെ. ആത്മാർത്ഥമായ ദുആരക്കാണ്. ശേഷിക്കുന്ന ദിനരാത്രങ്ങൾ, ശേഷിക്കുന്ന ദിവസങ്ങൾ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹു നമുക്ക് അനുകൂലമാക്കി, അല്ലാഹു നമ്മുടെ ഏടിൽ ഈ റമളാനിനെ അനുകൂലമായി സാക്ഷിയാക്കുന്നതായ പവിത്രമായ റമളാനാക്കി അല്ലാഹു കബൂലാക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കാതെ നമ്മിൽ നിന്നും അടർന്നു പോകുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആരക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മഹല്ലിനെയും മഹല്ലുമായി ബന്ധപ്പെട്ട മുഴുവൻ പദ്ധതികളെയും, പ്രത്യേകിച്ച് നമ്മുടെ പള്ളി എല്ലാ രീതിയിലും അല്ലാഹു വിജയത്തിലാക്കി കബൂലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആരക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.